ഹലോ കൂട്ടുകാരെ, ട്വിൻ ഫ്ലെയിം ജേർണിയിൽ ഏറ്റവും പെയിൻഫുള്ളായിട്ടുള്ള ഒരു ഫേസ് തുടങ്ങുന്നത് തന്നെ റണ്ണർ ചേസർ ഡൈനമിക്സ് തുടങ്ങുമ്പോഴാണ്. അതായത് സെപ്പറേഷൻ ഫേസ് ആയിരിക്കും ഇത്. ആ സെപ്പറേഷൻ ഫേസ് വന്നു കഴിയുമ്പോൾ ഒരാൾ ചേസറാകും, ഇനി ഒരാൾ റണ്ണറുമാകും. അപ്പോൾ ഇവിടെ കൂടുതലും ചേസ് ചെയ്യുന്നതെന്ന് പറയുന്നത് ഫെമിനൈൻ എനർജി ആയിരിക്കും, ആൻഡ് റൺ ചെയ്യുന്നത് മസ്കുലൈൻ എനർജിയുമായിരിക്കും. അപ്പോൾ ആൻഡ് ഈ ഒരു റണ്ണർ ചേസർ ഡൈനമിക്സിനെയാണ് ട്വിൻ ഫ്ലെയിം ജേർണിയിൽ ഏറ്റവും കൂടുതൽ നമ്മൾക്ക് പാറ്റേണെ ബ്രേക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടും പിന്നെയും റിപ്പീറ്റഡ് ആവുന്നതും. വർഷങ്ങളോളം മേ ബി ഈ ഒരു റണ്ണർ ചേസർ പാറ്റേൺ എന്ന് പറയുന്നത് ട്വിൻ ഫ്ലെയിം ജേർണിയിൽ റിപ്പീറ്റ് ആവാറുണ്ട്. ആൻഡ് ഇതിൽ ഒരു പക്ഷേ നിങ്ങളുടെ മസ്കുലൈൻ എനർജി സ്റ്റിൽ റണ്ണർ ആണെങ്കിൽ, അതായത് നിങ്ങൾ ഇന്നർ വർക്ക് ചെയ്യുന്നുണ്ട് നന്നായിട്ട്, ആൻഡ് സ്റ്റിൽ ടു ഒരു റണ്ണിങ് ആൻഡ് ചേസിങ് ഫേസിലാണെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ ചേസ് ചെയ്യുന്നില്ല, എൻ്റെ മസ്കുലൈൻ എനർജി റൺ ചെയ്യുന്നുണ്ട്, ഇപ്പോഴും റണ്ണർ ആണെങ്കിൽ, അങ്ങനെ ആലോചിക്കുന്നവർക്കായിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ പോയിൻറ്റ്സ് ഇവിടെ 1 2 3 4 ആയിട്ട് പറയുകയാണ്. ഇതിലേതെങ്കിലും ഒരു പോയിൻറ്റിൽ നിങ്ങൾക്ക് റെസൊനേറ്റ് ആവുന്നുണ്ടെങ്കിൽ അവിടെയാണ് എനർജറ്റിക്കലി നിങ്ങളുടെ ഹീലിംഗ് വർക്കിൽ നിങ്ങൾ തിരുത്തേണ്ടത്. ഓക്കെ, ആദ്യത്തെ കാര്യം ഇവിടെ മനസ്സിലാക്കേണ്ടത്, DM റൺ ചെയ്യുന്നുണ്ടെങ്കിൽ ഡി എഫിൽ നിന്നും തന്നെ റൺ ചെയ്യുന്നു എന്നാണ് അതിൻ്റെ മീനിങ്. അതെങ്ങനെയാണ് സാധ്യം? മേ ബി DFൻ്റെ ഇമോഷൻസ് ഫീൽ ആവുന്നില്ലായിരിക്കാം, അല്ലെങ്കിൽ DFൻ്റെ ആ ഒരു വർക്ക് എന്താണ്, അല്ലെങ്കിൽ ഫെമിനൈൻ എനർജിയുടെ വർക്ക് എന്ന് പറയുന്നത് എനർജറ്റിക്കൽ അലൈൻമെൻറ്റിൽ വരിക, അത്രയും നാൾ നടന്ന കാര്യങ്ങളെ അക്സെപ്റ്റ് ചെയ്യുക, അൺഹീൽഡ് ആയിട്ടുള്ള വേർഷൻസിനെ ഹീൽ ചെയ്യുക, സെൽഫ് ലവിലിരിക്കുക, ഡിവൈൻ പർപ്പസിലേക്ക് വരിക, ആ പർപ്പസിലൂടെ തൻ്റെ ആ ഒരു ഹോൾനെസ്സിനെ വീണ്ടെടുക്കുക. ഹോൾനെസ് എന്ന് പറയുമ്പം നമ്മൾ ട്വിൻ ഫ്ലെയിം ജേർണിയിൽ വരുമ്പം ഭയങ്കരമായിട്ടൊരു എനർജറ്റിക് പുൾ നമുക്ക് ഫീൽ ആവും. പുൾ ആൻഡ് പുഷ് ഡൈനമിക്സ് അവിടെ നിന്നാണ് സ്റ്റാർട്ട് ആവുന്നത്. അപ്പം എപ്പോഴും എന്തെങ്കിലുമൊക്കെ കാര്യത്തിന്, ഇത് രണ്ടാമത്തെ പോയിൻ്റായിട്ടാണ് വരുന്നത്, നമ്മൾ ഒരു ചേസിങ് എനർജി എന്ന് പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ കാര്യത്തിന് നമ്മൾ 3Dയിലുള്ള DMലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഇന്നർ വർക്ക് ചെയ്യുന്നതെങ്കിൽ, ഇവിടെ ഒരു എക്സാമ്പിൾ പറയാം. പലരും പറയും ഞാൻ മെസ്സേജ് ചെയ്യുന്നില്ല, ഞാൻ കോൾ ചെയ്യുന്നില്ല, ഞാൻ ഒരു തരത്തിലുള്ള കോണ്ടാക്റ്റും 3Dയിൽ കീപ്പ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുന്നില്ല. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾക്ക് അവരെക്കുറിച്ചൊന്ന് അറിയണമെന്നുണ്ടെങ്കിൽ, അതായത് 3Dയിലുള്ള ആളെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യുന്നുണ്ടായിരിക്കും എന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ, അവരുടെ ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യണമെന്ന് പോലും നമ്മളിൽ ഒരു തോട്ട് വരുമ്പോൾ, ആ മൊമെൻറ്റിൽ നമ്മളവിടെ എനർജി 3Dയിലുള്ള DMലേക്ക് ലീക്ക് ചെയ്തു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതായത് അവിടെ അവിടെ ഒരു ഡിസയർ ഉണ്ട് നമ്മളുടെ ഉള്ളിലെ എനർജറ്റിക് ഫീൽഡിൽ ഈ ഒരു ടോട്ടൽ ട്വിൻ ഫ്ലെയിം ജേർണീനെ എവിടെയോ കൺട്രോൾ ചെയ്യാനും, ഈ ഒരു ജേർണിയിൽ അടുത്ത പടി എന്താണെന്നുള്ള ഒരു ക്യൂരിയോസിറ്റി അവിടെ വരുന്നുണ്ട്. ഒന്ന് സംസാരിച്ചിരുന്നെങ്കിൽ എന്ന് പറയുമ്പോൾ നമ്മളിലേക്കല്ല ഫോക്കസ് ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ എനർജി പിന്നെയും ലീക്ക് ചെയ്തു, DMലേക്ക് ലീക്ക് ചെയ്തു എന്നാണ് മീനിങ്. മൂന്നാമത്തെ പോയിൻ്റ് പറയുമ്പോൾ, ഫെമിനൈൻ എനർജി തൻ്റെ ഹീലിംഗ്, തൻ്റെ ഇൻറ്റിഗ്രേഷൻ, അതായത് ആ ഒരു എനർജീൻ്റെ ഇൻറ്റിഗ്രേഷൻ ചെയ്യാതെ 3Dയിലെ കാര്യങ്ങളെ പലപ്പോഴും അക്സെപ്റ്റ് ചെയ്യുന്നതിൽ നിന്ന് റണ്ണ് ചെയ്യുന്നുണ്ടെങ്കിൽ, 3Dയിലെ കാര്യങ്ങളെന്ന് പറയുമ്പോൾ ഓഫ് കോഴ്സ് നമ്മളൊരു സ്പിരിച്വൽ ബീയിങ് ആണ്, സ്പിരിച്വാലിറ്റിയിൽ അവേക്കനിങ്ങിൽ ഉള്ള ഒരു ബീയിങ് ആണ്, ഒരു സോളാണ്. എന്നാൽ നമ്മളിവിടെ വന്നിരിക്കുന്നത് 3rd ഡൈമെൻഷണൽ പ്ലെയിനിലാണ്, അതായത് എർത്തിലാണ്, നമ്മളൊരു ബോഡിയിലാണ്, നമ്മൾക്ക് ഒരു ഐഡൻറ്റിറ്റി ഈ ഒരു ജന്മത്തേക്കുണ്ട്. അപ്പോൾ ഈ ഐഡൻറ്റിറ്റിയിലൂടെ നമ്മൾ ചെയ്യേണ്ട കുറേ ഉത്തരവാദിത്തങ്ങൾ എന്ന് പറയുന്നതുണ്ട്. അതായത് നമ്മളതിനെ കർമ്മയെന്ന് വിളിക്കും, കാർമിക്സ് എന്ന് വിളിക്കും, ഒക്കെയും. അതെന്താണെങ്കിലും അവിടേക്ക് ഒരു അവെയർനെസ്സിൽ നിന്നുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകാതെ അക്കാര്യങ്ങളിൽ നിന്നും റണ്ണ് ചെയ്യുകയാണെങ്കിൽ, ഇവിടെ ഇതിനൊരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ ഈ ജേർണിയിൽ വരുമ്പം എനർജറ്റിക്കലി വൈബ്രേഷണൽ മാച്ച് അല്ലാത്തവരൊക്കെയും കാർമിക്സ് എന്ന് പറഞ്ഞ ഒരു കാറ്റഗറിയിലേക്ക് കൊണ്ടുവരും. ഓഫ് കോഴ്സ് കറക്റ്റാണത്. എന്നാൽ ഇവിടെ കാർമിക്കാണെന്ന് അറിയുമ്പോഴത്തേക്ക് നമ്മളവിടെ ഹേറ്റ്രേറ്റ് വെക്കുന്നുണ്ട്, റിജക്ഷൻ വെക്കുന്നുണ്ട് അവരെ. കാരണം നമ്മൾ കർമ്മയെ
ബിഫോർ ദ ഇൻകാർണേഷൻ, അതായത് ഈ ജന്മം എടുക്കുന്നതിന് മുമ്പ് ഈ ഒരു സോൾ കോൺട്രാക്റ്റിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള സോൾസാണ് നമ്മൾ ഈ കാർമിക്സ് എന്ന് പറയുന്നവരും അല്ലേ. അതെന്തിനാണ്? നമ്മളുടെ കർമ്മേനെ ക്ലിയർ ചെയ്യാനായിട്ട് നമ്മൾക്ക് ഹെൽപ്ഫുള്ളായിട്ട് ഈ ജേർണിയിൽ വന്നവരാണ്. അപ്പോൾ അത്രയും ഹേറ്റ് റേറ്റും റിജക്ഷനും നമ്മൾ അറിഞ്ഞോ അറിയാതെ നമ്മുടെ എനർജറ്റിക് ഫീൽഡിൽ കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതൊരു ലോവർ വൈബ്രേഷണൽ എനർജിയും അവിടെ കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു ടാസ്കിൽ നിന്നും നമ്മൾ റൺ ചെയ്യുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിനെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, പലപ്പോഴും കേൾക്കാറുണ്ട്, ഞാൻ കോൾ എടുക്കുന്നില്ല, അവരുടെ കാർമിക്കാണ്. അവിടെ ഒരു ലെസൺ നമുക്ക് പഠിക്കാനുള്ളത് കൊണ്ടാണ് അവരിൽ നിന്നും സ്റ്റിൽ നമ്മൾ ഒരു കട്ട് ഓഫ് ആവാത്തത്, അല്ലെങ്കിൽ അവിടെ ആ ഒരു കാർമിക് എഗ്രിമെൻറ്റ് ഫുൾഫില്ലായിട്ട് അവിടെ കംപ്ലീറ്റ് ആയിട്ട് അത് പോവാത്തത്. അപ്പോൾ ആ ലെസൺ എന്താണെന്ന് മനസ്സിലാക്കാണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നും റൺ ചെയ്യുകയാണെങ്കിൽ ആ കാര്യങ്ങൾ നമ്മളുടെ DM നമ്മളിലേക്ക് റിഫ്ലക്റ്റ് ബാക്ക് ചെയ്യും. എന്ന് വെച്ച് നമ്മൾ കാർമിക്സിൽ കൂടുതലായിട്ട് എനർജി കൊടുക്കണമെന്നല്ല അതിൻ്റെ മീനിങ്. ഫൊർഗീവ്നെസ് കൊടുത്തുകൊണ്ട് അവിടെ നിന്നുള്ള ലെസൺ എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ട്, ആ ലെസൺ പഠിച്ചുകൊണ്ട് ആ കർമ്മയെ ക്ലിയർ ചെയ്യാനായിട്ടാണ്, അല്ലെങ്കിൽ ആ കർമ്മയെ കംപ്ലീറ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അടുത്ത ഒരു പോയിൻ്റ് പറയാനുള്ളത്, DF ഹീലിംഗ് വർക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഏകദേശം ഒരു പകുതി വരെയൊക്കെ ആകുമ്പോഴും അറിഞ്ഞോ അറിയാതെ ഒരു ചേസിങ് എനർജിയിലായിരിക്കും. അത് ചേസ് ചെയ്യുന്നത് യൂണിയൻ്റെ എനർജീനെ ആയിരിക്കും. അതായത് എൻ്റെ യൂണിയൻ എപ്പോൾ നടക്കും, യൂണിയൻ നടക്കുമോ, അല്ലെങ്കിൽ DM റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം. അതായത് DF തൻ്റെ ഇന്നർ എനർജീനെ ക്ലെൻസ് ചെയ്യാണ്ട് ഔട്ടർ റിയാലിറ്റിയിലേക്ക്, അതായത് ഞാൻ ചെയ്യുന്ന ഈ കാര്യങ്ങൾക്ക് ഡിവൈൻ തരാൻ പോകുന്ന റിവാർഡിലേക്ക്, അല്ലെങ്കിൽ ഡിവൈൻ ഈ ഒരു റിവാർഡ് തരുമോ, അല്ലെങ്കിൽ എനിക്കിത് വേണം എന്നുള്ള ഒരു ഡിസയറിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യുമ്പോഴും നമ്മളുടെ എനർജി ലീക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം 3Dയിലേക്കുള്ള ഏതൊരു കാര്യത്തിലേക്കും നമ്മൾ ഫോക്കസ് ചെയ്യാണ്ട് 5Dയിൽ വർക്ക് ചെയ്യുക എന്നുള്ളതാണ് ഒരു DFൻ്റെ വർക്ക്. അപ്പോൾ മാത്രമേ DMന് തന്നിലേക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അടുത്ത പോയിന്റ് ഇവിടെ പറയാനുള്ളത്, ഒരു സെപ്പറേഷൻ കോൺഷ്യസ്നെസ് ആണെങ്കിൽ, അതായത് ഇപ്പോൾ പറഞ്ഞു 3Dയിലേക്ക് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യരുത്, 3D DMനെ നമ്മൾ ലെറ്റ് ഗോ ചെയ്യണം. അപ്പോൾ ഇത് പറയുമ്പം പിന്നെയും അവിടെ ഒരു സ്റ്റേറ്റ്മെൻറ്റിലൊരു മിസ്മാച്ച് വരുമ്പോഴത്തേക്ക് നമ്മളൊക്കെ എന്ത് ചെയ്യും, ആളെ ഒരു സെപ്പറേറ്റ് ആളായിട്ട് കാണാൻ തുടങ്ങും. അതായത് അതൊരു വേറൊരു ആളായിട്ട്. അങ്ങനെയല്ലത്, അത് നമ്മളുടെ തന്നെ എനർജറ്റിക് ബ്ലൂ പ്രിൻ്റാണ്. അതായത് നമ്മളുടെ എനർജിയുടെ റിഫ്ലക്ഷൻ ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ലെറ്റ് ഗോ ചെയ്തുകൊണ്ട് ആ ഒരു യൂണിറ്റി കോൺഷ്യസ്നെസ്, അല്ലെങ്കിൽ ആ ഒരു വൺനെസ്സിനെ 5Dയിൽ ഫീലാകുമ്പോൾ മാത്രമേ DMന് ആ ഒരു റണ്ണർ എനർജിയിൽ നിന്നും വെളിയിൽ വരാൻ പറ്റത്തുള്ളൂ. അടുത്തായിട്ടുള്ള ഒരു പോയിൻ്റ് എന്ന് പറഞ്ഞാൽ, DF ഏതെങ്കിലും തരത്തിൽ എനർജി ലീക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് ഹീലിങ്ങിലേക്ക് വരുമ്പോൾ, നമ്മൾ സ്പിരിച്വൽ അവേക്കനിങ്ങിലേക്ക് വരുമ്പോൾ ഹീലിംഗ് ഒക്കെ ചെയ്യും, പെട്ടെന്ന് നമ്മൾ 3Dയിലേക്ക് വരും, പെട്ടെന്ന് നമ്മൾ കമ്പയർ ചെയ്യാൻ തുടങ്ങും. ഇടയ്ക്കൊക്കെയും ഏതെങ്കിലും തരത്തിലുള്ള ഗോസിപ്പിങ്ങിലേക്ക്, ഏതെങ്കിലും തരത്തിലുള്ള അറ്റാച്ച്മെൻറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിലേക്കൊക്കെയും എനർജി ലീക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെ DM റൺ ചെയ്യും. കാരണം DF എന്ന് പറയുന്നത് യൂണിവേഴ്സുമായിട്ട് കണക്റ്റായിട്ട് ആ ഒരു എനർജറ്റിക് പോർട്ടലായി മാറും. അതായത് യൂണിവേഴ്സിൻ്റെ ആ ഒരു ലൈറ്റിനെ സ്പ്രെഡ് ചെയ്യുക എന്നുള്ള ഒരു ടാസ്ക് ആയിരിക്കും DFന് ഇനിഷ്യലി ഉള്ളത്. ഈ ലൈറ്റ് സ്പ്രെഡ് ചെയ്യുക എന്ന് പറയുന്നത് സ്പിരിച്വൽ വർക്ക്സ് മാത്രമല്ല, ഹീലിംഗ് വർക്ക്സ് മാത്രമല്ല, ഹീലിംഗ് പർപ്പസ് മാത്രമല്ല, അതാത് പർപ്പസ് ഉള്ളവർ ഏത് കാര്യമാണെങ്കിലും അവർ ലൈറ്റ് അവരുടെ ഉള്ളിലൂടെ ആ ഒരു പോർട്ടലായി മാറി, അതായത് യൂണിവേഴ്സിൻ്റെ ഒരു ചാനലായി മാറി ലൈറ്റ് സ്പ്രെഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിന് എന്ത് വർക്കാണ് DF ചെയ്യുന്നതെങ്കിൽ പോലും. സോ ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ട ടൈമും എനർജിയും അവർ ഏതെങ്കിലും ലോവർ വൈബ്രേഷണൽ എനർജിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ബൗണ്ടറീസ് സെറ്റ് ചെയ്യാതെ, അപ്പോഴും DM റൺ ചെയ്യും. അതായത് മൊത്തത്തിൽ പറയുമ്പോൾ, എപ്പോഴാണ് DF തന്നിലേക്ക് കണക്റ്റായിട്ട് സെൽഫ് ലവിലിരുന്നു കൊണ്ട് തൻ്റെ ആ ഒരു ഹോൾനെസ്സിനെ എൻജോയ് ചെയ്യുന്നത്, ആ ഒരു പ്രസൻറ്റ് മൊമെൻറ്റിൽ ഇരിക്കുന്നത്, അപ്പോൾ മാത്രമേ മസ്കുലൈൻ എനർജിക്ക് അങ്ങനെ DF ആക്ച്വലി അങ്ങനെ ഹോൾനെസ്സിലേക്ക് വരുമ്പോഴത്തേക്ക് അവിടെ ചേസർ എനർജി ഇല്ല. ആ ചേസർ എനർജി എപ്പോഴാണോ എനർജറ്റിക്കലി കട്ട് ഓഫ് ആവുന്നത്, അന്ന് മാത്രമേ മസ്കുലൈൻ എനർജിക്ക് അവരുടെ ഇന്നർ DFനെ, അവരുടെ ഇന്നർ ഫെമിനൈനെ ഫീൽ ആകാനും, സോ ദാറ്റ് ആ ഒരു ഇന്നർ ഫെമിനൈൻ എന്ന് പറയുന്നത് അവരുടെ ഇമോഷണൽ ഒരു ഭാഗമാണ്. അതായത് അവരുടെ ആ ഒരു ഇമോഷൻസിനെ ഫീൽ ആയിക്കൊണ്ട് അവർക്ക് ഈ ജേർണിയിൽ ഒരു
അവേക്കനിങ് എന്നൊക്കെ നമ്മൾ പറയും, ഒരു റിയലൈസേഷനാണ് ആക്ച്വലി ഡി എമ്മിന് നടക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു റിയലൈസേഷൻ, അതായത് ഈ ഒരു ജേർണിനെ കുറിച്ചുള്ള ഒരു റിയലൈസേഷനിലേക്ക് വരാനുമുള്ള സ്പേസ് ആക്ച്വലി എനർജറ്റിക്കലി കൊടുക്കേണ്ടത് ഡി എഫ് ആണ്. സോ ഈ റണ്ണർ ചേസർ പാറ്റേണെയും ആ ഒരു ഡൈനാമിക്സിനെയും അങ്ങനെ എനർജീനെ പിൻവലിച്ചുകൊണ്ട് തൻ്റെ ഡിവൈൻ പർപ്പസിലേക്ക് തൻ്റെ എനർജീനെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഡി എഫ് ആ ഒരു സ്പേസ് കൊടുക്കുമ്പോൾ മാത്രമേ ഡി എമ്മിന് അവേക്കനായി ഒരു ഡിവൈൻ മസ്കുലൈൻ്റെ എനർജിയിൽ വരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത്രയുമാണ് കണ്ടൻറ്റ്. ഹെൽപ്ഫുള്ളാണെങ്കിൽ ചാനലിനെ ലൈക്ക് ചെയ്യാവുന്നതാണ്, ഷെയർ ചെയ്യാവുന്നതാണ്, സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. പെയ്ഡ് കൗൺസിലിംഗ് സെഷൻസിന്, ഹീലിംഗ് സെഷൻസിന്, റേക്കി ഹീലിംഗ് സെഷൻസ്, പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ തെറപ്പിക്കായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് ബന്ധപ്പെടാവുന്നതാണ്. താങ്ക് യു സോ മച്ച്. ബ്ലെസ്സിങ്സ്. ഓം നമഃ ശിവായ.